അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഡെസേർട്ടിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയോ അങ്ങനെന്തോ പറഞ്ഞ സെറ്റിങ്സ് പറഞ്ഞു തരാനായിട്ട് എനിക്ക് തോന്നിയവന് ഉദ്ദേശിച്ചത് ഹെഡ് ഷോട്ട് വല്ലതും പഠിപ്പിച്ചിട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും അത് പഠിപ്പിക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ പാനലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, പേർക്കുള്ള ഉള്ളി. ഓക്കെ, അപ്പം എന്താന്ന് പറയാമെന്നാ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മള് ട്രെയിനിങ് ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കുകയാണെങ്കിൽ ഞാൻ ഡെസേർട്ട് ഇങ്ങനെ വെക്കുന്നു. പറ്റുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നു. നമ്മളിപ്പോ ഇതിന്റെ ലോങ് റേഞ്ചിൽ പോവാം. എന്നിട്ട് ലോങ് റേഞ്ചിൽ നമ്മുടെ ഈ ഒരു എയിം പോയിട്ട് നമ്മൾ ഹെഡായിട്ട് വെക്കുക. എന്നിട്ട് പിടിക്കാൻ മതി. എങ്ങനെ കറക്റ്റാണ് ഇരിക്കുക. ഓക്കെ, ഇനിയിപ്പോ ഷോർട്ടാണ് അതല്ല ഇനി മിഡാണെങ്കിൽ മിഡ് റേഞ്ചിൽ ഞാൻ കാണിച്ചു തരാം. മിഡ് റേഞ്ചിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എയിം പോയിന്റ് റെഡാക്കി വെച്ചാൽ അതല്ലെങ്കിൽ ഷോർട്ട് റേഞ്ചിൽ അടിക്കുന്ന പോലെ എയിം പോയിന്റ് വൈറ്റ് ആക്കി തന്നെ അടിക്കണം. ഷോർട്ട് റേഞ്ചിൽ ചില സമയത്തൊക്കെ എനിക്ക് റെഡാക്കി വെച്ചാൽ അപ്പൊ നോക്കുകയാണെങ്കിൽ മിഡ് റേഞ്ചിൽ വൈറ്റ് ആക്കി വെച്ചിട്ട് അടിക്കാം. അടിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് മുഖ്യമായിട്ട് വേണ്ടതാ ഫസ്റ്റ് മെച്ചൂർഡില് ക്വിക്ക് വെപ്പൺ സ്വിച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ 3 ഫിംഗറോ അതല്ലെങ്കിൽ 2 ഫിംഗറിൽ തന്നെ ഈ ക്വിക്ക് വെപ്പൺ സ്വിച്ചിൽ കളിക്കാൻ പഠിക്കുക. കാരണം ക്വിക്ക് വെപ്പൺ സ്വിച്ച് എന്തിനാണെന്ന് പറഞ്ഞാൽ അടിച്ചപ്പോ തന്നെ നമുക്ക് വെപ്പൺ സ്വിച്ച് ചെയ്യാനാണ്. ചിലപ്പോൾ റീകോയിൽ അടിക്കും. ഓക്കെ, ജൂങ്കനാണെന്നോ മറ്റേ വുഡ്പക്കർ ഗോഡ് ഇല്ല, അവനാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മള് നമ്മുടെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ മിക്കം എന്ന് പറയുന്നത് മുഖ്യം നമ്മുടെ സെൻസിറ്റിവിറ്റി ആണ് കേട്ടോ. അത് നിങ്ങളുടെ ഡിവൈസ് പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലോവന്റെ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ കൂട്ടി വെക്കുക. എൻ്റെ ഒരു ലോവന്റെ ഡിവൈസ് ഉണ്ട്, ഞാനിപ്പോൾ കളിക്കുന്നില്ല. ഒരു 3 GB റാം ആണ്. അതിൽ ഞാൻ ഇട്ടേക്കുന്നത് 200 പക്ഷെ ഇതൊരു കുറച്ചൊരു ഹൈ എൻഡ് ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ കംഫർട്ടിന് വേണ്ടി ഞാൻ 80 ഇട്ടേക്കണം. പിന്നെ ബാക്കിയുള്ളതിലൊന്നും ഞാൻ അത്ര ഇത് കൊടുക്കുന്നില്ല. പക്ഷെ ജനറല് അത് നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ച് തന്നെ ഇടുക. പിന്നെ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ക്വിക്ക് വെപ്പൺ സ്വിച്ച്, അത് നിങ്ങൾ ഓണാക്കി തന്നെ ഇടുക. കാരണം പറഞ്ഞല്ലോ ക്വിക്ക് വെപ്പൺ സ്വിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടിച്ച് ഉടനെ ലോഡ് ചെയ്യുന്ന നേരത്ത് വെറുതെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഒന്നെങ്കിൽ
ഇങ്ങനെ ഓടുക. അതല്ല എന്നുണ്ടെങ്കിൽ സോറി, ഒന്നുകൂടി കാണിച്ചു തരാം. മൂവ്മെന്റ് ഇടുക, മൂവ്മെന്റ്. ഓക്കെ, എനിക്ക് നിന്നോട് ഇങ്ങനെ വശം വരാത്തോണ്ടാണ് ഞാൻ വെപ്പൺ സെറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് എനിക്ക് കുറച്ച് വശമുണ്ട്. ഇനി ഷോർട്ട് റേഞ്ച് തന്നെയാണ് M80 പോലത്തെ ഉള്ളെങ്കിൽ അതും എളുപ്പമാണ്. പക്ക എളുപ്പമുണ്ടോ അവർക്ക്. ചിലവര് പറയും പാടുള്ള ഡെസ്സേർട്ടാണെന്ന്, ചിലവര് പറയും ഏറ്റവും ഈസി ആയിട്ടുള്ള ഡെസേർട്ട് ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഡെസേർട്ടുകൾ ഉണ്ടോ. ഓക്കെ, അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഡെസേർട്ട് വെച്ച് വണ്ടാപ്പ് അടിക്കാണ്ട് കുത്തിപ്പിടിച്ച് ഹെഡ് വെച്ച് വണ്ടാപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക.